ഹായ് ഡിയേഴ്സ്, കേളി പുഷ്പം നോവൽ തുടരുന്നു. എന്താ നീ കിടക്കുന്നത്? ആയിഷ മരുമകളോട് ചോദിച്ചു. തല കറങ്ങുന്നു. അനക്ക് കുളി തെറ്റിയിട്ടുണ്ടോ? അക്കൂന് ഇത് അറിയുമോ? അറിയും. 2 ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കാമെന്നാണ് പറഞ്ഞത്. അത് പറ്റില്ല. നീ വേഗം എഴുന്നേറ്റ് മാറ്റ്. നമുക്ക് സുനൈന ഡോക്ടറെ കാണിക്കാം. രഹന എഴുന്നേറ്റ് ഒരുങ്ങി. ഓട്ടോ വിളിച്ച് രഹനയും ആയിഷയും ആസ്പത്രിയിലെത്തി. എന്താ പ്രശ്നം? സുനൈന ഡോക്ടർ അവരോട് ചോദിച്ചു. ഇവൾക്ക് കുളി തെറ്റിയിട്ടുണ്ട്, ആയിഷ രഹനയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. എന്നാണ് ലാസ്റ്റ് മെൻസസ് ആയത്? ഡോക്ടറുടെ അടുത്ത ചോദ്യം. മെയ് 5-ന്, രഹന പറഞ്ഞു. എന്നാ വേഗം പോയി മൂത്രം പരിശോധിച്ചു വാ. രഹന മൂത്രം പരിശോധിച്ച റിസൾട്ട് ഡോക്ടറുടെ കയ്യിൽ കൊടുത്തു. ഡോക്ടർ അത് നോക്കി പറഞ്ഞു, ഗർഭമുണ്ട് ട്ടോ. രഹനയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. ഞാനും ഉമ്മയും ഇന്ന് സുനൈന ഡോക്ടറെ കാണാൻ പോയിരുന്നു. രാത്രി ഭക്ഷണശേഷം ഉറങ്ങാൻ ചെന്ന രഹന അക്ബറിനോട് പറഞ്ഞു. എന്തിന്? അക്ബർ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മെൻസസ് നിന്നിട്ടുണ്ടെന്ന്. ഡോക്ടർ എന്ത് പറഞ്ഞു? ഞാൻ ഗർഭിണിയാണ്. അക്ബർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നതും തന്നെ കോരിയെടുത്ത് വട്ടം കറക്കുന്നതും രഹന മനസ്സിൽ കണ്ടു. പെട്ടോ? അക്ബർ ചോദിച്ചു. രഹനയുടെ മുഖം വാടി. എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഗർഭിണിയായതിൽ ഒരു സന്തോഷവും ഇല്ലാത്തതെന്താ? ഒന്ന് പോടി. അകം തുടക്കുമ്പോ രഹനയ്ക്ക് പെട്ടെന്ന് വയറുവേദന വന്നു. അവൾ വയറിൽ കൈവച്ചു. അവളുടെ കാലിലൂടെ രക്തം ഒലിച്ചിറങ്ങി. അവൾ അവിടെ തല കറങ്ങി വീണു. ആയിഷ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കട്ടിലിൽ കിടത്തി. നിനക്ക് ബ്ലീഡിംഗ് ആയില്ലേ രഹന? അവർ മരുമകളോട് ചോദിച്ചു. രഹന നിരാശയുടെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. നിന്റെ ആഗ്രഹം പോലെ തന്നെ ആകുന്നതായിരിക്കും. അതിനെ അലസിപ്പിക്കണം എന്നായിരുന്നല്ലോ നിന്റെ ആഗ്രഹം. എന്താ ഉമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? രഹന കണ്ണീർ തുടച്ചു. വേഗം ഒരുങ്ങ്, നമുക്ക് സുനൈന ഡോക്ടറെ കാണിക്കാം. രഹന വേഗം ഒരുങ്ങി. ആയിഷയും രഹനയും ഓട്ടോ വിളിച്ച് ആസ്പത്രിയിലെത്തി. രഹന എന്ത് പറയുന്നു? രഹനെ കണ്ടപാടെ സുനൈന ഡോക്ടർ ചോദിച്ചു. എനിക്ക് ബ്ലീഡിംഗ് ആയി ഡോക്ടർ, കരച്ചിലോടെ രഹന പറഞ്ഞു. എപ്പോഴാണ് ബ്ലീഡിംഗ് ആയത്? ഡോക്ടറുടെ അടുത്ത ചോദ്യം. ഹോൾ ആകം തുടക്കായിരുന്നു. പെട്ടെന്ന് തല കറങ്ങി വീണു. നോക്കുമ്പോൾ ചോര വരുന്നുണ്ട്, ആയിഷ പറഞ്ഞു. സാരല്ല രഹന,